കാലിക്കറ്റ് സ്റ്റഡി ട്യൂബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ 2026-27 അധ്യയന വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ ഡിഗ്രി സ്റ്റുഡൻസിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പുതിയ നോട്ടിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. 2026-27 വർഷത്തേക്കുള്ള ബിരുദ പ്രവേശനത്തിൻ്റെ ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ താഴെ പ്രതിപാദിച്ചിട്ടുള്ള മാൻഡറ്ററി ഫീ അടച്ച് അലോട്ട്മെൻറ്റ് ഉറപ്പാക്കേണ്ടതാണ്. SC, ST, OEC, OBC കമ്മ്യൂണിറ്റീസ് എലിജിബിൾ ഫോർ എഡ്യൂക്കേഷണൽ കൺസെഷൻസ് ഈസ് ഗിവൺ ടു OEC വിദ്യാർത്ഥികൾക്ക് 155 രൂപ, മറ്റുള്ളവർക്ക് 610 രൂപയുമാണ്. https://admission.usc.ac.in എന്ന വെബ്സൈറ്റിൽ സ്റ്റുഡൻറ് ലോഗിൻ വഴി അലോട്ട്മെൻറ്റ് പരിശോധിക്കുകയും അലോട്ട്മെൻറ്റ് ലഭിച്ചവർ മാൻഡറ്ററി ഫീ അടയ്ക്കുകയും ചെയ്യേണ്ടതാണ്. മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് നടത്തിയ ശേഷം സ്റ്റുഡൻറ് ലോഗിനിൽ മാൻഡറ്ററി ഫീ റെസിപ്റ്റ് ഉണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് അതത് വിദ്യാർത്ഥികളുടെ ഉത്തരവാദിത്തമാണ്. സ്റ്റുഡൻറ് ലോഗിൻ, ചലാൻ റെസിപ്റ്റ്, മാൻഡറ്ററി ഫീ റെസിപ്റ്റ്. ഇപ്രകാരം മാൻഡറ്ററി ഫീ റെസിപ്റ്റ് ലഭ്യമായവരെ മാത്രമേ തുടർ അലോട്ട്മെൻറ്റുകളിലേക്ക് പരിഗണിക്കുകയുള്ളൂ. മാൻഡറ്ററി ഫീസ് അടയ്ക്കുന്നതിനുള്ള ലിങ്ക് 26/6/2026 വൈകിട്ട് 5 മണി വരെ ലഭ്യമാകും. പേയ്മെൻറ്റ് അപ്ഡേഷന് പരാജയ സാധ്യത കൂടുതലായതിനാൽ UPI പേയ്മെൻറ്റുകൾക്ക് പകരം നെറ്റ് ബാങ്കിംഗ് സംവിധാനം പരമാവധി ഉപയോഗിക്കുക. അലോട്ട്മെൻറ്റ് ലഭിച്ച് നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ മാൻഡറ്ററി ഫീസ് അടയ്ക്കാത്തവർക്ക് നിലവിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടമാവുന്നതും തുടർന്നുള്ള അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്ന് പുറത്താകുന്നതുമാണ്. ലഭിച്ച ഓപ്ഷനിൽ തൃപ്തരായ വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷനുകൾക്ക് പരിഗണിക്കേണ്ടതില്ലെങ്കിൽ 22/6/2026 മുതൽ 24/6/2026 വൈകിട്ട് 5 മണി വരെ സ്റ്റുഡൻസ് ലോഗിനിൽ അനുവദിച്ചിട്ടുള്ള എഡിറ്റിംഗ് സൗകര്യം ഉപയോഗിച്ച് ഹയർ ഓപ്ഷനുകൾ റദ്ദ് ചെയ്യേണ്ടതാണ്. ഹയർ ഓപ്ഷനുകൾ നിലനിർത്തുന്ന പക്ഷം പ്രസ്തുത ഹയർ ഓപ്ഷനുകളിൽ ഏതെങ്കിലും ഒന്നിലേക്ക് തുടർന്ന് അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ ആയത് നിർബന്ധമായും സ്വീകരിക്കേണ്ടതാണ്. ഇതോടെ മുമ്പ് ലഭിച്ചിരുന്ന അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതും അത് യാതൊരു കാരണവശാലും പുനഃസ്ഥാപിച്ച് നൽകുന്നതുമല്ല. ഹയർ ഓപ്ഷനുകൾ ഭാഗികമായോ പൂർണ്ണമായോ റദ്ദ് ചെയ്യാവുന്നതാണ്. കോളേജ് കോഴ്സ് പുനഃക്രമീകരിക്കാവുന്നതിനോ പുതിയ കോളേജോ കോഴ്സോ കൂട്ടിച്ചേർക്കുന്നതിനോ ഈ അവസരത്തിൽ സാധിക്കുന്നതല്ല. ഹയർ ഓപ്ഷൻ റദ്ദ് ചെയ്യുന്നവർ നിർബന്ധമായും പുതുക്കിയ അപേക്ഷയുടെ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതാണ്. രണ്ടാം അലോട്ട്മെൻറ്റിനു ശേഷം മാത്രമേ വിദ്യാർത്ഥികൾ കോളേജുകളിൽ പ്രവേശനം നേടേണ്ടതുള്ളൂ. അപ്പോൾ ഈ വർഷത്തെ ഡിഗ്രി സ്റ്റുഡൻസിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ CAPID പാസ്വേഡൊക്കെ വെച്ച് ലോഗിൻ ചെയ്തിട്ട് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷനിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് വായിച്ച് കൃത്യമായി മനസ്സിലാക്കി അതുപോലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യുക.